കായംകുളത്ത് ഒരു പുത്തൻ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ട്. എവിടെയാണെന്നല്ലേ? ഇത് കായംകുളത്ത് പുതിയിടം ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഹരിശ്രീ ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിൽ സ്ഥിതി ചെയ്യുന്ന വിംസ് ഏവിയേഷൻ. സോ ഇവിടെ വന്ന പുത്തനൊരു ഫ്ലൈറ്റും കാണാം, ഒപ്പം ഏവിയേഷൻ കോഴ്സ് പഠിച്ചിട്ടും പോവാം. സോ ഷോപ്പിംഗ് സ്പോട്ടിൽ എന്ന വിംസിന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഇരുപത്തിനാല് വർഷമായി എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള സ്ഥാപനം പിന്നീട് 16 വർഷങ്ങൾക്ക് മുൻപ് ഏവിയേഷൻ രംഗത്ത് കൂടി എത്തുന്നു. അതാണ് വിംസ് ഏവിയേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ ഏക അയാട്ട റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള, അയാട്ട ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു സെൻറ്ററാണ് ഈ വിംസ് എന്ന് പറയുന്നത്. മാത്രവുമല്ല 100% സക്സസ് റേറ്റ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്. 4 കോഴ്സുകളാണ് മെയിനായിട്ട് വിംസ് ഏവിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ തന്നെ ഡിപ്ലോമ കോഴ്സ് 1 ഇയറും മാത്രവുമല്ല ഡിഗ്രി കോഴ്സ് 3 ഇയേഴ്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സിലേക്ക് വരികയാണെങ്കിൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഒരു പെർട്ടിക്കുലർ ടൂറിസ്റ്റ് സ്പോട്ടിൽ പോയി പഠിക്കാം എന്നതാണ് വിംസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതായത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വിംസിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ, ഒരു സിഗ്നിഫിക്കേഷൻ ഉണ്ടാവും എന്നത് തന്നെയാണ് വിംസ് നൽകുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത. നമസ്കാരം, എൻ്റെ പേര് അവിനാശ് ഗംഗൻ എന്നാണ്. ഞാൻ വിംസ് ഏവിയേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിൻ്റെ ഒരു ഡയറക്ടറാണ്. ഞങ്ങൾ വിംസ് ഏവിയേഷൻ എന്ന് പറയുന്ന ഈ സ്ഥാപനം ആരംഭിച്ചിട്ട് ഓൾമോസ്റ്റ് 16 ഇയേഴ്സ് ആവുന്നുണ്ട്. ഞങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ പാർട്ടായി നമ്മൾ കൊടുക്കുന്നത് ഏവിയേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് ട്രെയിനിങ്ങാണ്. ഞങ്ങളുടെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഏറ്റവും പ്രൊഫഷണലായ, അതായത് ഇപ്പോൾ എയർപോർട്ടിൽ എക്സ്പീരിയൻസ് ഉള്ള, എയർലൈനിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസാണ് നമുക്കിവിടെ ട്രെയിനിങ് നടത്തുന്നു. അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ സ്റ്റുഡൻസിന് ട്രെയിനിങ് കൊടുക്കുമ്പോൾ നമ്മൾ IELTSൻ്റെ ട്രെയിനിങ് കൂടി ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യണം. കാരണം പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ്റെ പ്രോബ്ലം വെച്ചിട്ടാണ് എത്ര മിടുക്കരായ കുട്ടികളാണെങ്കിലും നമ്മൾ ഇൻ്റർവ്യൂവിലേക്ക് ചെല്ലുമ്പം പലപ്പോഴും ഉണ്ടാകുന്നൊരു അപാകത കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ് പ്രോഗ്രാമിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ് പ്രോഗ്രാം IELTSൻ്റെ ട്രെയിനിങ് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഒരു എയർലൈൻ സ്റ്റാഫ് എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്രൂമിംഗ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്രൂമിങ്ങിൻ്റെ ഒരു നല്ല ട്രെയിനിങ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ലോകത്തിൻ്റെ എല്ലാ രാജ്യത്തുള്ള ആൾക്കാരും വരുന്ന സ്ഥലമാണ് എയർപോർട്ടും ഫ്ലൈറ്റിലും ഒക്കെ പാസഞ്ചേഴ്സൊക്കെ. അപ്പോൾ അവരെ മാനേജ് ചെയ്യാൻ നല്ല സ്കില്ല് നമ്മുടെ സ്റ്റുഡൻസിന് വേണം. അപ്പോൾ അവർക്ക് അതിന് സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് സെപ്പറേറ്റ് നമ്മൾ കൊടുക്കുന്നത്. IATA എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഒരു ബോഡിയാണ്, അത് ഏവിയേഷൻ മാനേജ്മെൻറ്റ് സെക്ടറിൽ. കാരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളുടെ എയർപോർട്ടുകളായാലും എയർലൈൻ കമ്പനീസെല്ലാം IATAയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പനീസാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ IATAയുടെ ഓതറൈസ്ഡ് ട്രെയിനിങ് സെൻ്ററാണ് ഞങ്ങൾ. ഒരു സ്റ്റുഡൻറ്റ് ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവന് വേണ്ട കമ്മ്യൂണിക്കേഷൻ ആയാലും ഗ്രൂമിംഗ് ആയാലും സ്കിൽ ഡെവലപ്മെൻ്റ് ആയാലും IATA സിലബസ് ആയാലും അതുപോലെ തന്നെ മറ്റ് ട്രെയിനിങ്സൊക്കെ കഴിഞ്ഞിട്ട് ഈ സ്റ്റുഡൻസിനെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടും ഞങ്ങളിവിടെ പ്ലേസ്മെൻറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. ജോബ് കിട്ടുന്നവരെയുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഞങ്ങൾ വിംസ് ഏവിയേഷൻ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം, കായംകുളം, പത്തനംതിട്ട, ബാംഗ്ലൂർ ഇവിടെയൊക്കെ ഞങ്ങൾ ട്രെയിനിങ് സെൻറ്റേഴ്സ് നടത്തി വരികയാണ്. ബോയ്സിനും ഗേൾസിനും വേണ്ടിയുള്ള ഹോസ്റ്റൽ സൗകര്യം ഇവിടെ വിംസ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല പാർട്ട് ടൈം ജോബ് ഓപ്ഷന് കൂടെ ഇവിടെ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം എല്ലാ എയർപോർട്ടിലേക്കുള്ള പ്ലേസ്മെൻറ്റ് സൗകര്യവും ഇവിടെ നിന്ന് തന്നെ നൽകുന്നുണ്ട്. മാത്രവുമല്ല 2022 IATA ബെസ്റ്റ് പെർഫോമിംഗ് അവാർഡ് ലഭിച്ചതും വിംസ് ഏവിയേഷൻ തന്നെയാണ്. അപ്പോൾ ഇനി ജോലി ലഭിക്കുന്നത് വരെ പഠിച്ചുകൊണ്ടേയിരിക്കാം. സോ ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറയാം, ഇത് കായംകുളത്ത് പുതിയിടം ക്ഷേത്രത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന വിംസ് ഏവിയേഷൻ. ഇനി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഒപ്പം തന്നെ പുതിയ കാഴ്ചകൾ കാണാൻ വേണ്ടി എല്ലാം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാവുന്നതാണ്. സോ ഇനി ഷോപ്പിംഗ് സ്പോട്ടിൽ മറ്റൊരു ഷോപ്പിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.